തുടർന്നു +1 സീറ്റ് പ്രതിസന്ധിയിൽ മലബാറിലെ 6 ജില്ലകളിലെ കളക്ടറേറ്റുകളിലേക്ക് മുസ്ലിം ലീഗ് മാർച്ച്. നൂറുകണക്കിന് പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടാണ് മലപ്പുറത്തെ ധർണ. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കുകയാണ്. അഷ്കർ അലി വിശദാംശങ്ങളുമായി. അഷ്കർ അലി, മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം എന്തിനാണ്? എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്? മലബാറിലെ +1 പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം ലീഗ് അതിന്റെ ആദ്യഘട്ട പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഇന്ന് മലബാറിലെ 6 ജില്ലകളിലേക്ക്, പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള 6 ജില്ലകളിലേക്ക് ഇത്തരത്തിൽ കളക്ടറേറ്റ് ധർണകൾ പ്രഖ്യാപിച്ചത്. പക്ഷേ കളക്ടറേറ്റ് ധർണയ്ക്ക് അതിന്റെ മുൻകരുതലിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഇത്തരത്തിൽ മലപ്പുറം സിവിൽ സ്റ്റേഷന്റെ കവാടം അത് പോലീസ് ബാരിക്കേഡ് കൊണ്ട് കെട്ടിയടച്ചിരുന്നു. പക്ഷേ ധർണവേദിക്ക് പുറത്തേക്ക് ഇത്തരത്തിൽ സിവിൽ സ്റ്റേഷന് സമീപത്തേക്ക് പ്രവർത്തകർ മാർച്ചുമായി എത്തുകയായിരുന്നു. അതിൽ ഒരുപറ്റം പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കുകയും ഇപ്പോൾ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നൂറുകണക്കിന് പ്രവർത്തകരെ അണിനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം പുരോഗമിക്കുന്നത്. മുസ്ലിം ലീഗ് ഉയർത്തി കാണിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം അധിക സീറ്റുകൾക്ക് പകരം അധിക ബാച്ചുകൾ അനുവദിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത് ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സീറ്റ് പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം മുസ്ലിം ലീഗ് ആരംഭിക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ട പ്രക്ഷോഭം എന്ന നിലയിലാണ് ഇന്ന് 6 കളക്ടറേറ്റുകളിലേക്കും മുസ്ലിം ലീഗ് ധർണ പ്രഖ്യാപിച്ചത്. എന്തായാലും മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളെ 4 മേഖലകളായി തിരിച്ചുകൊണ്ടായിരുന്നു മുസ്ലിം ലീഗിന്റെ മലപ്പുറത്തെ സമര പ്രഖ്യാപനം. ഇതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ 4 മേഖലകൾ, ഓരോ മേഖലകളും മലപ്പുറത്തിന്റെ സിവിൽ സ്റ്റേഷനിലെ 4 ഭാഗങ്ങളിൽ നിന്നായി പ്രകടനമായിക്കൊണ്ട് കളക്ടറേറ്റ് സമീപത്തേക്ക് എത്തുകയായിരുന്നു. കളക്ടറേറ്റിലേക്ക് സമീപത്തേക്ക് എത്തിയപ്പോഴേക്കും 4 ഭാഗത്തു നിന്ന് വന്ന പ്രകടനങ്ങൾ കളക്ടറേറ്റ് സമീപത്തെത്തിയപ്പോഴേക്കും പൂർണ്ണമായും മലപ്പുറം നഗരത്തിൽ തന്നെ പൂർണ്ണമായും തിങ്ങി നിറയ്ക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രത്തോളം പ്രവർത്തകർ മുസ്ലിം ലീഗിന്റെ പ്രാദേശിക തലം മുതൽ തന്നെ കൃത്യമായി ക്രോഡീകരിച്ചുകൊണ്ടുള്ള വലിയ തോതിൽ പ്രവർത്തകരെ അണിനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്ത് അതിന്റെ ശക്തമായ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും. മലബാറിലെ തന്നെ ജില്ലകളിൽ +1 സീറ്റ് പ്രതിസന്ധി ഏറ്റവും രൂക്ഷമായി തുടരുന്നത് മലപ്പുറം ജില്ലയിലാണ്. 80,000-ലധികം വരുന്ന അപേക്ഷകർക്ക്, പക്ഷേ അതിൽ 20,000-ഓളം വരുന്ന അല്ലെങ്കിൽ അതിലധികം വരുന്ന വിദ്യാർത്ഥികൾക്ക് സർക്കാർ എയ്ഡഡ് മേഖലകളിൽ പോലും സീറ്റ് ഇല്ല എന്നൊരു സാഹചര്യമാണ് മലപ്പുറത്ത് തുടരുന്നത്. മലബാറിലെ ഒട്ടുമിക്ക ജില്ലകളിലും സമാനമായ രീതിയിൽ ഏറിയും കുറഞ്ഞും ഇത്തരമുള്ള ഒരു പ്രശ്നം +1 സീറ്റ് പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. ഇതിലാണിപ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്നത്. അല്പസമയത്തിനകം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയാണ് ഈ ധർണ ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാഴ്ച, പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് പൂർണ്ണമായും പ്രവർത്തകർ വലിച്ചു നീക്കാനുള്ള ശ്രമം നടത്തുന്നു. പോലീസുമായി പ്രവർത്തകർ വാക്കേറ്റം മുണ്ടും തള്ളും ഉണ്ടാവുന്നു എന്നുള്ളതാണ്. പ്രവർത്തകരെ നിയന്ത്രിക്കാൻ നേതാക്കൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം മുസ്ലിം ലീഗ് കളക്ടറേറ്റ് ധർണയാണ് പ്രഖ്യാപിച്ചിരുന്നത്. ഇത്തരത്തിൽ സിവിൽ സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പ്രവർത്തകർ അതിനപ്പുറത്തേക്ക് കളക്ടറേറ്റിലേക്ക് തള്ളിക്കയറി എത്തുകയായിരുന്നു. കളക്ടറേറ്റ് തൊട്ട് മുമ്പിൽ സിവിൽ സ്റ്റേഷന് സമീപം പോലീസ് ഗേറ്റ് ബാരിക്കേഡ് കെട്ടിയാണ് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഈ ബാരിക്കേഡുകളിൽ ഇപ്പോൾ 3 ബാരിക്കേഡുകളാണ് പോലീസ് സ്ഥാപിച്ചത്. അതിലൊന്ന് ഭാഗികമായി തന്നെ ഇപ്പോൾ പ്രവർത്തകർ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വലിയ തോതിൽ യുവാക്കളടക്കം വലിയ തോതിൽ അണിനിരുന്ന ഒരു പ്രക്ഷോഭം കൂടിയാണ്. സ്വാഭാവികമായും കളക്ടറേറ്റ് ധർണ അതുകൊണ്ട് തന്നെ വലിയൊരു ശക്തമായ പോലീസ് ഫോഴ്സ് ഈ ഭാഗത്തുള്ള വെല്ലിലുണ്ടാവുന്ന പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഈ ഭാഗത്തുള്ളത്. പക്ഷേ ഈ ബാരിക്കേഡ് മുഴുവൻ മറിച്ച് അത് നീക്കിക്കൊണ്ടുപോകുന്ന ശ്രമമാണ് ഇപ്പോഴും പ്രവർത്തനം നടത്തുന്നത്. ധർണ അതുകൊണ്ട് തന്നെ നേതാക്കൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നേതാക്കളെ ഇത്തരത്തിൽ അവിടെ നിന്നും പ്രവർത്തകരെ മാറ്റാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോഴും ഇവിടെ പ്രക്ഷോഭം തുടരുന്നത്. എന്തായാലും +1 സീറ്റ് പ്രതിസന്ധിയുടെ വിഷയത്തിൽ ആദ്യഘട്ട പ്രക്ഷോഭമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നടത്തുന്നത്. അതിന്റെ ഭാഗമായുള്ള പ്രതിഷേധം അത് ശക്തമായ രീതിയിൽ തന്നെ പോകുന്നു. നമുക്ക് മലപ്പുറം സിവിൽ സ്റ്റേഷന് സമീപം മുതൽ കുന്നുമൽ വരെ നമുക്ക് ഇവിടെ കാണാവുന്ന ദൂരത്ത് അത്രയും മുഴുവൻ പ്രവർത്തകരെ കൊണ്ട് തിങ്ങി നിറഞ്ഞ ഒരു കാഴ്ചയുള്ളത്. അത്രത്തോളം പ്രവർത്തകരെ 4 മേഖലകളായിക്കൊണ്ട് തന്നെ എത്തിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗ് തങ്ങളുടെ സത്യപ്രകടനമായിക്കൊണ്ട് ഈ പ്രതിഷേധത്തെ മാറ്റിയിരിക്കുന്നത്. +1
+1 സീറ്റിന് നിലവിൽ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന അധിക സീറ്റ് എന്ന നിലപാട് തിരുത്തി അധിക ബാച്ചുകൾ അനുവദിക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് പ്രധാനമായി ഉന്നയിക്കുന്ന ആവശ്യം. എന്തായാലും നേതാക്കളുടെ നിയന്ത്രണത്തിലേക്ക് അപ്പുറത്തേക്ക് പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറിയുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇത്തരത്തിലൊരു മാർച്ച് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ പ്രവർത്തകർ അതൊരു കളക്ടറേറ്റിലേക്ക് തന്നെ മാർച്ച് എന്നുള്ള രീതിയിലേക്ക് പ്രവർത്തകർ ഈ സമരത്തെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. നിരന്തരമായി നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും പ്രവർത്തകർ ഇതുവരെ ബാരിക്കേഡിന് മുകളിൽ നിന്ന് ഇറങ്ങാനോ അല്ലെങ്കിൽ പോലീസുമായുള്ള ബലപ്രയോഗത്തിൽ നിന്നും മാറാനോ തയ്യാറായിട്ടില്ല എന്നതാണ്. എന്തായാലും മുസ്ലിം ലീഗ് അവരുടെ ശക്തി പ്രകടനമായി തന്നെ ഇതിനെ മാറ്റിയിരിക്കുന്നു. മലബാറിലെ രൂക്ഷമായ പ്രതിസന്ധി +1 സീറ്റ് പ്രതിസന്ധിയിലാണ് ആദ്യഘട്ട പ്രക്ഷോഭം ഇപ്പോൾ മുസ്ലിം ലീഗ് നടത്തുന്നത്. നേരത്തെ സമാനമായ രീതിയിൽ SKSF അടക്കമുള്ള സംഘടനകളും പ്രക്ഷോഭവുമായി രംഗത്തെത്തിയിരുന്നു. ഇതിലൊക്കെ തന്നെ വലിയ തോതിൽ മാർച്ചുകൾ സംഘടിപ്പിക്കപ്പെടുകയും ചെയ്തു. പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരും പ്രതിഷേധമായി രംഗത്തെത്തി. വ്യത്യസ്ത സംഘടനകളെയും സമുദായ സംഘടനകളുടെയും രാഷ്ട്രീയ സംഘടനകളെയും ഒക്കെ പ്രതിഷേധം മലബാറിൽ പ്രത്യേകിച്ച് മലപ്പുറത്ത് ശക്തമായി തന്നെ തുടരുന്നു. കാരണം അത്രത്തോളം വലിയ തോതിൽ ഇവിടെ +1 സീറ്റ് പ്രതിസന്ധി ശക്തമായി തുടരുന്നു എന്നുള്ളതാണ്. നേരത്തെ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഇല്ല എന്ന് സൂചിപ്പിച്ചിരുന്ന വിദ്യാഭ്യാസ മന്ത്രി പക്ഷേ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ചില സീറ്റുകളുടെ എണ്ണത്തിൽ ചില വ്യത്യാസങ്ങളുണ്ടെന്ന് മാധ്യമങ്ങളോട് സമ്മതിക്കുന്ന സാഹചര്യമുണ്ടായി. എന്താ